ഗോപു, ഇന്നലെ ഞങ്ങൾ നടക്കാൻ വേണ്ടി പോയപ്പം എല്ലാ ദിവസവും നടക്കാൻ പോകുന്ന അതേ റൂട്ട് ഏതാന്ന് പറയാം നമ്മുടെ ആ കനാലിന്റെ അതിലെ വഴി നല്ല രസമല്ലേ. പെട്ടെന്ന് ഇന്നലെ നോക്കുമ്പോ അതുവരെ അത് ക്ലീൻ ആയിരുന്നു കേട്ടോ ആ റോഡ്. ഇന്നലെ നോക്കുമ്പോ ഒരു 5-6 സ്ഥലത്ത് വലിയ വലിയ ബാഗില് ഗാർബേജ് കൊണ്ട് തള്ളിയിരിക്കുക. അതിന്റെ കൂടെ 1-2 ഡോഗ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം എത്രയാന്നറിയോ? എന്തോരം 5-10 ഡോഗ്സ് ആണ് ഒരു സ്ഥലത്ത് ഈ ഗാർബേജ് കൊണ്ടിട്ടിരിക്കുന്നിടത്ത്. എന്താ അല്ലേ? എന്തിനാ ഈ റോഡ്സ് ഒക്കെ ഇങ്ങനെ വൃത്തികേടാക്കുന്നെ? ഇത് എപ്പോഴും ആലോചിക്കുന്ന കാര്യടാ. നല്ല ഭംഗിയുള്ള സീനറിയാണേ. ആ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം. പക്ഷെ അതിന്റെ സൈഡിൽ ഈ ഗാർബേജിന്റെ കൂടെ തന്നെ നീ പറഞ്ഞ പോലെ വരുന്ന കാര്യമാണ് ഈ ഡോഗ്സ്. അപ്പൊ എന്താ അറിയോ, നടക്കാൻ പോവാൻ പോലും പറ്റണില്ല. നടക്കുന്ന പറ്റി ആലോചിക്കുമ്പോഴേക്കും എന്താ അറിയോ, സൂക്ഷിച്ച് നടക്കണം. കാറ് പോയിട്ടടാ ആ ഗാർബേജില് ഡോഗ്സ് വലിച്ചിട്ട് റോഡിലെത്തി. റോഡിലേക്ക്. റോട്ടില് വണ്ടികൾ പോയിട്ട് അത് സ്പ്രെഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നടക്കുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത് നാറ്റം. ഉം. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഡയപ്പേഴ്സും എല്ലാം കൊണ്ട് ഇങ്ങനെ ഇട്ട് പട്ടി മുഴുവൻ കടിച്ച് പറിച്ച് റോഡ് മുഴുവൻ ഇട്ട് നമുക്കൊന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല. അതും നീ പറഞ്ഞ പോലെ ആ റോഡെന്ന് പറഞ്ഞാൽ എന്ത് നല്ല റോഡാന്നറിയോ? ഒരു സൈഡില് വെള്ളം, നേരെ നോക്കിയാ മല, ഇപ്പുറത്തെ സൈഡില് ഫുള്ള് മരങ്ങള്. ഭയങ്കര ഒരു കാമിങ് ആണ് ആ ഒരു നടക്കാൻ വേണ്ടി പോകുമ്പോ. പക്ഷെ അതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാ. വീട്ടിലാണെങ്കിലോ ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ സൈക്കിൾ ഉണ്ട്. പക്ഷെ എല്ലാം തുരുമ്പ് പിടിച്ച് കിടക്കുക. എന്താന്ന് പറഞ്ഞാൽ പട്ടിയെ പേടിച്ചിട്ട് നമുക്ക് പോവാൻ പറ്റുന്നില്ല. എന്താ അല്ലേ? ശരിക്കും പറയാന്ന് ആ ഏരിയയില് ക്ലീൻ ആണെങ്കിൽ അവിടെ കുറച്ച് ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ട് വൈകുന്നേരം നടന്ന് പോയി ഇരിക്കാൻ പറ്റണെങ്കിൽ എന്ത് സുഖാല്ലേ. വളരെ എന്തോരം നല്ല സ്ഥലവും അത്. എന്തോരം ആൾക്കാരത് യൂട്ടിലൈസ് ചെയ്തേനെ. പക്ഷെ എന്ത് ചെയ്യാനാ ഇങ്ങനെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ ഇതുപോലെ കുറേ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. നമ്മളുടെ ഹരിതകർമ്മസേന വീട്ടിൽ വന്നിട്ട് വേസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ മിക്കവരും പറയുന്നത് എന്താണെന്നറിയോ? 50 രൂപ കൊടുത്തിട്ട് വേസ്റ്റ് കളയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. പ്ലാസ്റ്റിക് കൊടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്താ ഇതെല്ലാം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഡംപ് ചെയ്യാണ്. അതെനിക്ക് തോന്നുന്നു വീട്ടിലുള്ളവർക്കടെ ആ ചോയ്സ് ഉണ്ട് കേട്ടോ, കൊടുക്കണോ കൊടുക്കണ്ടേന്ന്. ഉം. ഫ്ലാറ്റ്സ് ഉള്ളവർക്ക് ചോയ്സ് ഇല്ല. ഓ. ഒരുമിച്ച് മെയിൻ്റനൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ ആ 50 റുപ്പീസോ 60 റുപ്പീസ് ആണോ ഇപ്പം അത് കളക്ട് ചെയ്യുന്നത്. അത് അവർക്ക് എന്തായാലും ആ, അതായത് വേക്കന്റ് അല്ല, ഉം. ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സിന്റെ പോകുന്നുണ്ട്. ഓൺലി തിങ് ഞാൻ കാണുന്നത് വെച്ചാൽ ആ സെഗ്രിഗേഷൻ ഉണ്ടടാ. ഉം. പറമ്പില്ലല്ലോ പുറത്തേക്ക് ഇടാനോ ഒന്നും ചെയ്യാന്. 3 ബക്കറ്റ്സ് തന്നിട്ടുണ്ട്. ഉം. അപ്പൊ അതിൽ വെറ്റ് വേസ്റ്റ്, അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ്. സെക്കൻഡ് വണ്ണിൽ നമുക്ക് ബേൺ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങള്. തേർഡ് വണ്ണിൽ റീസൈക്കിൾ ചെയ്യേണ്ട കാര്യങ്ങള്. നമ്മൾ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഈസിലി സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യാട്ടോ. പക്ഷെ സമയമില്ലാത്തോണ്ടാണോന്ന് അറിയില്ല, ചിലവര് ചെയ്യാറില്ല. ഇപ്പല്ലടാ, കുറേ കാലം മുമ്പേ, കുറേ എന്ന് പറഞ്ഞിരിക്കുന്നത് 2-3 ഇയേഴ്സ് ബാക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ഈ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഒരു വീഡിയോ. അപ്പൊ അവരൊരു വലിയ റൂം കാണിക്കുന്നുണ്ടേ. ആ വലിയ റൂമിൽ ഇത് ഡംപ് ചെയ്യുന്ന സ്ഥല. അതിൽ ആ സ്ത്രീ കാണിച്ചത് 2 എക്സാമ്പിൾ നമ്മൾക്ക് കാണിച്ചു തന്നു. ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ ഗാർബേജ് എല്ലാ പ്ലാസ്റ്റിക് കവേഴ്സും നീറ്റ്ലി എടുത്തു വെച്ച് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. വേറൊരു സ്ഥലത്തില് എന്താണ്, ഈ പാലിന്റെ പാക്കറ്റിലൊക്കെ മര്യാദയ്ക്ക് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര നാറ്റം. സ്റ്റിങ്കിയാ. അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഉം. അപ്പൊ അവര് കാണിച്ചു തരുന്നുണ്ട് വീഡിയോയില്. അത് ഏതോ ഒരു ഇതിൽ TV ഏതോ ചാനലിൽ വന്നതാണ്. ഉം. അന്ന് എനിക്ക് ഭയങ്കര റിയലൈസേഷൻ വന്നിരുന്നു മനസ്സിൽ. ഇത്രയല്ലേ ചെയ്യണ്ടുള്ളൂ. അതെ. നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു 5 മിനിറ്റിന്റെ ഉം. പരിപാടി അത് എന്തോരം പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും അല്ലെ? ഉം. അവരും ഹ്യൂമൻസ് അല്ലേ? ഉം. ഈ സെഗ്രിഗേറ്റ് ചെയ്യുന്നതും എല്ലാം. നമ്മൾ അതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുഖം. പക്ഷെ ഇപ്പൊ പറയുകയാണെങ്കിൽ 17 ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ മോളെ ഉം. ക്യാരിങ് ഉള്ള ആ ടൈമില് ഉം. കൊച്ചിയില് കോർപ്പറേഷൻ ഇതുപോലെ 2 ബക്കറ്റ് അന്നത്തെ കാലത്തേ ഉണ്ട് കൊച്ചിയില്. പക്ഷെ ഇതൊക്കെ ചെയ്താലും നമുക്കൊരു റോഡ് കണ്ടു കഴിഞ്ഞാൽ ആ റോഡിൽ കൂടെ സമാധാനത്തോടെ നടക്കാൻ പറ്റുന്നുണ്ടോ? ഈ വേസ്റ്റിന്റെ നാറ്റവും ഒന്നും ഇല്ലാതെ. എന്തല്ലേ നമ്മളൊക്കെ ഒന്ന് കുറച്ചൊരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വേൾഡ് നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആവും അല്ലേ? അതെ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു സൈക്ലിംഗ് ചെയ്യുന്നവരും നടക്കുന്നവരൊക്കെ എണ്ണം കൂടും. അതെ. കാർസിന്റെ ഒക്കെ എണ്ണം കുറയും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനല്ലേ നമ്മൾ വേഗം വണ്ടി കയറി ഇരുന്ന് പോണത്. ഇതൊന്നും കാണും വേണ്ട, കേൾക്കും വേണ്ട.
അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് ഞങ്ങൾ നടക്കാൻ പ്ലാൻ ഇല്ല. എന്തെന്ന് പറഞ്ഞാൽ അതിലിവഴി നടക്കാൻ വയ്യ നാറ്റം കാരണം. അപ്പം അതുകൊണ്ട് അതാ പറഞ്ഞെ കുറേ ആൾക്കാരുടെ കൺവീനിയൻസും പിന്നെ ഒന്നുമില്ല. ഒരു സ്ഥലം നമ്മുടെ വീട് തന്നെ ഇങ്ങനെ ഡേർട്ടി ആക്കി ലിറ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു വൃത്തികേടാ. നമുക്കവിടെ താമസിക്കാൻ പറ്റുമോ? ആ വീട്ടിലോട്ട് കേറാൻ തോന്നുവോ? അതുപോലെ തന്നെ നമ്മളുടെ വീടിന്റെ പരിസരവും നമ്മളുടെ വീടിന്റെ പോലെ തന്നെ എടുക്കുക. അത് ആരുടെ പ്രോപ്പർട്ടിയാന്നല്ല. നമ്മള് കാരണം അവിടെ ഒരു വൃത്തികേടാവണ്ട. വെൻ ഈ ഇതുപോലെ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഇത്രയൊക്കെ മെഷേഴ്സ് എടുക്കുമ്പം നമ്മളുടെ ഒരു 5 മിനിറ്റ് ഡെയിലി അതുകൊണ്ട് നമുക്ക് എത്ര പേരുടെ ജീവിതം എളുപ്പമാക്കാം അല്ലേ? അവയർനെസ് പ്രോഗ്രാമിന് വന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പൊ അവരിതാ പറഞ്ഞെന്ന്, നമ്മള് വീട്ടില് വളർന്നു വരുന്ന കുട്ടികള് പണ്ടത്തെ സാഹചര്യം വെച്ചാൽ ഇഷ്ടംപോലെ പറമ്പ്, ചെറിയ ഒരു വീട്, കുറേ പ്രോപ്പർട്ടി, കൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് കുറവുമായിരുന്നു. പറയുന്ന സത്യമാണ് മുമ്പേ. അപ്പൊ അവർക്ക് ആ ഹാബിറ്റ് ആണ് ബാക്കിലേക്ക് ഇട്ടാ മതി, പോയിക്കോളും, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. കാലം പോകെ പോകെ ഇപ്പം ചെറിയ സ്ഥലം, അടുപ്പിച്ചടുപ്പിച്ച് വീടുകള്, ഒരുപാട് പ്ലാസ്റ്റിക്കും. അപ്പൊ വന്ന സ്ത്രീ പറഞ്ഞത് വളരെ നന്നായിട്ട് അവര് പറഞ്ഞു തന്നു കേട്ടോ. നമ്മള് വീട്ടില് നമ്മളെ ആൾക്കാർക്ക് വീട്ടിൽ വരുന്ന ഹൗസ് ഹെൽപ്പിനും കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഈ മെസ്സേജ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഓരോ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതെ. അങ്ങനെയാണ് നമ്മുടെ വേൾഡ് ഭംഗിയാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് എന്ന്. അതെ. നന്നായി തോന്നിട്ടോ എനിക്ക് അന്ന് അവര് പറഞ്ഞപ്പം. ആ. അപ്പം അവനവന്റെ വീട്ടിൽ നിന്ന് തുടങ്ങി നോക്കാം. അതെ. പിന്നെ ഈ ഫോറിനേഴ്സ് ഒക്കെ നമ്മളുടെ ഈ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരും പറയുന്ന ഒരേ ഒരു നെഗറ്റീവ് ഇതാ ക്ലെൻലിനെസ് ഭയങ്കര കുറവാന്ന്. എന്തിനല്ലേ നമ്മൾ വേറെ ഒരു കൺട്രിയിൽ പോകുമ്പം ആ നീറ്റ്നെസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലെ. സ്ട്രീറ്റ്സ് വഴിയും ഒക്കെ നമ്മൾ നടക്കാനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മളുടെ സ്ഥലത്തേക്ക് വരുന്നവരും എസ്പെഷ്യലി കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറയും. ഫുള്ള് നല്ല നാച്ചുറൽ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും നമ്മളുടെ സ്ട്രീറ്റ്സ് വഴി നമ്മുടെ ലെയിൻ വഴിയൊക്കെ നടക്കാൻ ഒരു സമാധാനത്തോടെ നടക്കാൻ പറ്റണ്ടേ? ആവും മേഡം, ആവും. ആ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവയർനെസ് പ്രോഗ്രാം നീ പറഞ്ഞ പോലെ വന്ന് തരുന്നുണ്ട്. നമുക്ക് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി നിന്നൊക്കെ വരുന്നുണ്ട്. ആൾക്കാർക്കും ഇപ്പൊ അവയർനെസ് കൂടി. അപ്പൊ ഇതൊക്കെ വന്ന് നമ്മുടെ കേരളം ഭയങ്കര ഭംഗിയാവാൻ പോവാണ് അല്ലേ? അതെ, അങ്ങനെയൊക്കെ ആവട്ടെ. അങ്ങനത്തെ ഒരു കേരളത്തിന് വേണ്ടി നോക്കിയിരിക്കുക ഞാൻ. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാ. ഈവനിങ് വാക്ക് എന്നുള്ള ഒരു ഇതല്ല. എവിടെ പോയാലും കാറിനെ ഒന്ന് കുറച്ച് മാറ്റി നിർത്തി നടക്കാൻ പറ്റുന്നിടത്തൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാ ഞാൻ. പക്ഷെ ഇതൊക്കെ കാരണമാണ് നമ്മളിപ്പോ നടക്കത്തില്ലാത്തെ. അല്ല, ചെറിയ ചേഞ്ചസ് വന്നിട്ടല്ലേ ഭയങ്കര വലിയ കാര്യങ്ങൾ വരാൻ പോണത്. അപ്പൊ നമുക്ക് നമ്മളെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാ. നമ്മളെ വീടിനെ ഭംഗിയാക്കി വെക്കണ പോലെ നമ്മളെ സറൗണ്ടിങ്ങും നീറ്റാക്കി വെച്ച് സന്തോഷമായിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Ren റെൻ and ആൻഡ് go. ഗോ.